Hi friends, welcome back to ripplespacetime. Shiva here. ഞാനിപ്പോൾ നിൽക്കുന്നത് കാരക്ക മണ്ഡപത്താണ്, തിരുവനന്തപുരം. ഇവിടെ ഞാനൊരു ചേട്ടനെ പരിചയപ്പെടുകയുണ്ടായി. നജീം എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ കഴിഞ്ഞ നമ്മളെ പെറ്റ് ഷോപ്പ് എപ്പിസോഡില്ലേ ആ സമയത്ത് കണ്ടുമുട്ടിയതാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ പെറ്റ് ഷോപ്പുകളിലായിട്ട് പരിചയമുള്ള പ്രാവുകൾ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. സംഭവം പുള്ളിക്കാരൻ്റെ കുറച്ച് പ്രാവുകൾ കളവ് പോയി. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമല്ലോ, ജീവനുള്ള ഒരു വസ്തു കളഞ്ഞു പോകുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന വിഷമം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനമാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. പക്ഷെ വളർത്തിയെടുത്ത് ശേഖരിച്ച് കൊണ്ടുവന്ന് മക്കളെപ്പോലെ നോക്കുന്ന കുറച്ചധികം പ്രാവുകൾ, 125ഓളം പ്രാവുകൾ കളവ് പോയി. ഇപ്പോ അതിൽ പലതും തിരിച്ചു കിട്ടി, പക്ഷെ ഇനിയും പലതും തിരിച്ചു കിട്ടാനുണ്ട് അല്ലേ? 46 കിട്ടി, 79 തിരിച്ചു. അതെ. അപ്പോൾ എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ചേട്ടന്റെ നല്ല സന്തോഷപരമായിട്ടുള്ള കാഴ്ചകളോട് എന്തായാലും നമുക്ക് പോവാം. ചേട്ടാ, ഇത് എത്ര വർഷമായി കാണും തുടങ്ങിയിട്ട്? എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു 23 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ എന്റെ മോന് വേണ്ടി ഇത് വാങ്ങുകയായിരുന്നു. പിന്നെ അയാൾ നോക്കാതെ വന്നപ്പം പിന്നെ ഇതിനെനിക്കൊരു പ്രൈസായി. പിന്നെ ഞാൻ ഒരു 4 വർഷം കൊണ്ട് എന്ത് മനോഹരമായ കാഴ്ചയാണ്. ടിവിയും ഇതൊന്നും വേണ്ട, ഇതിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ടൈം പാസ് ഇതാണ്. എന്റെ അതെ, ജീവിതത്തിൽ ഏറ്റവും വലിയ ടൈം പാസ് ഇതാണ്. എനിക്കൊരു 5 മണിക്ക് കയറിയാൽ 8 മണിക്ക് മേളിൽ താഴെ പോകും. 3 മണിക്കൂർ ഇവരോടെ തന്നെ. ഇവരെ കൂടെ ഇങ്ങനെ എന്റെ സമയം കളയുന്നത് ഇതിനു വേണ്ടിയാണ്. സമയം കളയല്ലോ അത്. ഞാൻ എവിടെ പോയാലും ഒരു എന്ത് കാര്യം ഉണ്ടെങ്കിലും 5 മണി എന്ന് പറയുമ്പോൾ ഞാൻ 5:30 അങ്ങനെയുള്ള ഒരു നമുക്ക് ടൈം കീപ്പ് ചെയ്ത് വരാൻ പറ്റും, ഇതിനെ പിറകെ നിൽക്കാൻ പറ്റും, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിലൊക്കെ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അതിന് ഒരു ടൈമുണ്ട്, അതിന് തീറ്റി കൊടുക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിന് അതിന് നമ്മൾ ഇറക്കി. ചേട്ടാ, അരിമയെ പോലെ നോക്കുന്ന പ്രാവ് ഏതാണ്? ഇവൻ തന്നെയാണോ? അങ്ങനെ ഇതിനെന്നല്ല, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ രീതിയിലാണ് ഇതിനെ നോക്കുന്നത്. ഓക്കെ. ഈ പ്രാവൊക്കെ എത്ര വർഷം ജീവിച്ചിരിക്കും? പറയാൻ പറ്റില്ല. ഇതിലിപ്പോ 4 വർഷം ആയതുകൊണ്ട് 4 വർഷം ആയതുകൊണ്ട് 5 വർഷം ആയതുകൊണ്ട്. കാര്യം ഞാൻ എന്റെ ഒരു ചേട്ടന്റെ മോന്റെ ഞാൻ ഒരു 19 പ്രാവ് എടുത്തിട്ടുണ്ട്. അത് 5-6 വർഷത്തെ പഴക്കമുള്ളത്. എന്നുകൊണ്ട് വയസ്സായി. അസുഖം വന്ന പെട്ടെന്നെല്ലാം പറവറാങ്ങോട്ട് ഇതിന് ഒരു തലവെട്ടെന്ന് പറയുന്ന ഒരു സാധനം. തലവെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനത് വൈറസാണ്. പെട്ടെന്ന് നമ്മൾ അതിനെ അങ്ങ് മാറ്റുക. ഇല്ല, മാറ്റിയാലും അത് നിന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതിന് വരും. ഒരു 4-5 ദിവസം കഴിയും. പിന്നെ ഇത് ഇങ്ങനെ തുടർന്ന് എല്ലാം പോകും. എൻ്റെ ഒരു 10-15,000 രൂപ പ്രാവ് ഇതേപോലെ തലവെട്ട് വന്നു. ഒരു 7 പ്രാവ് വാങ്ങിക്കൊണ്ടുവന്നു. അതിൽ ഉണ്ടായിരുന്ന അസുഖം ഇതിനെല്ലാം ബാധിച്ചു. എല്ലാം ബാധിച്ച് ഞാൻ മേളിൽ കൊണ്ടുപോകും, താഴെ കൊണ്ടുവരും, അങ്ങനെ എല്ലാം അത് കംപ്ലീറ്റ് ചെയ്യും. ആ പ്രാവ് അവരെ ചിറക് വെട്ടാതെ അവരെ പ്രാവിന്റെ കൂടെ അങ്ങ് വിട്ടിരുന്നു. അതിന് നല്ല ഓർമ്മ വന്നപ്പോഴേ അത് നേരെ തിരിച്ച് എന്റെ പ്രാവിന്റെ കൂടെ പറന്നിട്ട് എന്റെ കൂട്ടിൽ വന്നു. ആഹാരം ഗോതമ്പ്, കടല, അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി പയറ് ഇങ്ങനെ മാറി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അതിന് സ്ഥിരം ആഹാരം വന്നിട്ട് ഗോതമ്പ്. പിന്നെ മരുന്ന്, നല്ല വിലയുള്ള മരുന്ന് 250 രൂപ 300 രൂപ ആവും. 20 ദിവസം 10 ദിവസത്തേക്ക്. വലിയ കൂട്ടി കിടന്നതാണ് താഴെ. അപ്പൊ ഞാൻ അതിന് മേളിൽ കൊണ്ടുവന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ചാടിപ്പോവും.
ഓക്കെ. പിന്നെ പിന്നെ ഇറങ്ങാൻ പാടായിരിക്കും. ഒന്ന് നല്ല പറന്ന് നല്ല രസമുള്ളതുകൊണ്ട് പറന്നുകൊണ്ടിരിക്കും. പിന്നെ പറന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ പോകും. വേറെ ആരെങ്കിലും ഇറക്കി കളയും ചിലപ്പോൾ. സർവീസ് ആക്കണ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 5 എണ്ണം നമുക്ക് ഇവിടെ സർവീസ് ഉണ്ടെങ്കിൽ ഇതിനെ ഓരോന്ന് വിധം ഇങ്ങനെ എടുത്ത് എറിഞ്ഞു കൊടുക്കും. ഒരാഴ്ച അതിനെ മാത്രം സർവീസ് ആക്കും. ഒരെണ്ണം ഇറങ്ങി, പിന്നെ അടുത്ത് ഒരെണ്ണം ഇറങ്ങി. അപ്പം മറ്റേ സർവീസ് ആകുമ്പോൾ പിന്നെ വേറെ ഒരെണ്ണം. അങ്ങനെ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞാണ് നമ്മൾ സർവീസ് ആക്കും. എല്ലാം കണക്കാണ്. കണക്ക് തെറ്റിയാൽ പോകും. ഇത് ഒരിടത്ത് നിന്ന് പറക്കും, മറ്റേത് ഒരിടത്ത് നിന്ന് പറക്കും. അപ്പോഴിത് എങ്ങോട്ട് പോകണമെന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ 1500 രൂപ ഒരു പ്രാവിന് 1500 രൂപ ആംപ്രാവ്. നേരെ ഇതിന്റെ മേലെ കയറിയിരുന്നു. ഞാൻ വെറുതെ ഒന്ന് ഇതേപോലെ കൂട് തുറന്നപ്പം പറന്ന മേലിരുന്നു. ആദ്യമായിട്ട് ഞാൻ പറത്തിയതാണ്. ചുമ്മാ ഒന്ന് ഒരു കമ്പെടുത്തെറിഞ്ഞു. എറിഞ്ഞതും ഒരൊറ്റ പോക്ക്. പക്ഷേ അത് ഇത്രയും പ്രാവിന് ഏറ്റവും സൂപ്പർ പ്രാവായിരുന്നു. അത് മിന്നിട്ടുകളുണ്ട്, ആകാശം മുട്ടി മിന്നിട്ടുകളുണ്ട്. കട്ടായിട്ട് അങ്ങ് കയറി അങ്ങ് പോയിട്ട് പിന്നെ എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് തന്നെ ഇരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ ആൾക്കാരോ കൂട്ടത്തിൽ മിസ്സായി പോയാൽ നമ്മളെ മക്കൾ മാറുമോ? ഇല്ലല്ലോ. അതേപോലെ എത്ര കുട്ടികൾ നിന്നാലും നമ്മുടെ മകനെ നമുക്ക് തന്നെ അറിയാം. അത്രേ ഉള്ളൂ. വേറൊരു ആള് വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇതെല്ലാം പ്രാവുകൾ. വളർത്തുന്ന ആൾക്ക് ഓരോന്നിനും ഇപ്പൊ എത്ര നിൽക്കുന്നുണ്ട്? 2, 4, 9 എണ്ണം ഉണ്ട്. അപ്പൊ എല്ലാം എവിടെ ഈ 9 എണ്ണം ഒരുമിച്ച് പറക്കുള്ളൂ അല്ലേ? പറഞ്ഞിട്ട് ഇനിയിപ്പോ 9 എണ്ണം ഒരുമിച്ച്. ഈ പറത്തുന്നതിന് താല്പര്യക്കുറവാണ്. എവിടെയും പോയാലേ ഇപ്പൊ തന്നെ ഒരെണ്ണം പോയത് തന്നെ ഞാൻ മനസ്സിലാലോചിക്കുന്നു. ഇവിടുത്തെ പിന്നളയിലും പോയതാണോ അതാ ഇനി വന്നതാണോ എന്നാണ്. അതിനെ ശ്രദ്ധിക്കും. അത് ഇപ്പൊ ഇണ ചേരാനായിട്ട് അത് ചുണ്ടുമായിട്ട് അവർ രണ്ടുപേരും അല്ലേ? ഇവിടുന്നാണെങ്കിൽ സൂം ചെയ്യാനും പറ്റൂല. കഴിയണ രീതിയിൽ എടുത്തു നോക്കാം. അത് ജോഡിയാണ്. ഇവരാണ് ജോഡി ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ. രണ്ടുപേരും കൂടെ അങ്ങ് പോയി. ഊണ് രണ്ടുപേരും കൂടെ. ഇത് തുറന്നു വിടുമ്പോഴേ നമുക്ക് അറിയാവൂ ഇത് ജോഡിയാണ്. ഇവരും സെറ്റാണ്. ഇവരും സെറ്റായി അല്ലേ? അപ്പോ എങ്ങനെയുണ്ട് ഇന്നത്തെ കാഴ്ചകൾ? പ്രാവുകളുടെ കൂടെ ഒരു ദിവസം നമ്മൾ പറവ സിനിമ കണ്ട് എല്ലാവരും ത്രില്ലടിച്ച് നടന്ന ദിവസങ്ങൾ പോലെയുണ്ട് ഇന്ന് വീണ്ടും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. ചേട്ടാ കണ്ടായിരുന്നോ പറവ സിനിമ? ഉണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലേ? അതിന്റെ ആവശ്യമില്ല. ചേട്ടൻ സ്വന്തമായിട്ട് പറവ ഉള്ളപ്പോ പിന്നെ എന്തിനാണ് ഈ പറവ സിനിമ കാണുന്നത്? പക്ഷെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. ഒരു എന്താ പറയാ, ഇതുപോലത്തെ ഇമോഷൻസ് ആണ് പടം മുഴുവൻ. ഇത് വളർത്തുന്ന ആൾക്കാർ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിന്റെ കൂടെ ഇതിനെയും കൂടെ ചേർത്ത് അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കഥ.
കുറെ കഥാപാത്രങ്ങളുടെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഇതിന്റെ കാര്യം കറക്റ്റ് ആയിരിക്കും. ആഹാരം വീട്ടിൽ ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പട്ടിണിയാണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് ആഹാരം കൊടുത്തിരിക്കും. അപ്പോൾ ചേട്ടനെ കണ്ടതിനും പരിചയപ്പെടലൊക്കെ വളരെ സന്തോഷം. നമ്മൾ യാദൃച്ഛികമായിട്ടാണ് കണ്ടതല്ലേ? ഞാൻ അവിടെ കുറിയിൽ കയറിയെന്ന് പറയാം. നമുക്ക് കുറെ ഇനി 79 പ്രാവ് കിട്ടാറുണ്ട്. അപ്പൊ അതിന് വല്ല എന്തെങ്കിലും ഒരു രേഖ കിട്ടിയാൽ മതി. അതിനെല്ലാം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുറ്റം നിറഞ്ഞു വരും. അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വിളിക്കും. ഈ ഒന്നുകൂടെ ഓർമ്മ പിന്നെ ഷുവറായിട്ടും നമ്പറൊക്കെ ഉണ്ട്. കരഞ്ഞോണ്ടിരിക്കണം. അതിന്റെ ഇണയെ കാണാത്തോണ്ട് അതിന്റെ ഇണയെ കാണാതെ കറക്റ്റ് ആ കൂട്ടിലേക്ക് ഇണയുടെ കൂട്ടി തന്നെ മാസം 3 കഴിഞ്ഞു. എന്നിട്ട് ഇന്ന് അത് ആദ്യമായിട്ട് അതിനകത്ത് കഴിഞ്ഞു. മാസം 3 കഴിഞ്ഞു. I'm tired of the pain. Go away. പാടില്ല. കാര്യം എന്താ, ചെറിയ കൂടായതിനെ കൊണ്ട് അങ്ങനെ ഉണക്ക് വന്നപ്പോൾ പിന്നെ അതിനുള്ള ഡോക്ടറെ കണ്ടു. വിറ്റമിൻ ഇതിപ്പോ എവിടെ കൊണ്ടുപോകും? PMG യിലോ? ഇല്ലില്ല, ഞാൻ ഇവിടെ നമ്മുടെ ഒരു ആളുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ. കാര്യം പറയും, ഉണക്കാണ് അല്ലെങ്കിൽ ഇന്ന അസുഖം കൊണ്ട് ചെന്നാൽ ഇതിന് കിറുകിറപ്പുണ്ടാവും. അപ്പോൾ അതിന് ഒരു സിറപ്പുണ്ട്, അത് വെള്ളത്തിൽ ഇത് പ്രയോഗിച്ച് കൊടുക്കുമ്പോൾ അത് മാറും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തരും. PMG കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് അവിടെ. PMG ഒരു മരുന്ന് ഫ്രീ ആയിട്ട് തരില്ല. എന്നാൽ ലോക്കൽ മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൊടി തരും, മരുന്ന് തരും, എല്ലാം തരും. PMG മെയിൻ ഹെഡ് എന്ന് പറയുന്നത് അവിടെ പോകുമ്പോൾ 1000 രൂപ കൂടി മരുന്നിനാണ് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പറവയുടെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നജീം ഏട്ടൻ്റെ ഇത്രത്തോളം പറവകൾ നമ്മൾ ഇന്ന് കാണാൻ ഭാഗ്യമുണ്ടായി. നമുക്കിതുപോലത്തെ മനോഹരമായ അടുത്ത എപ്പിസോഡ് ഇനിയും ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. ഇനിയും പല കാഴ്ചകൾ ഇനിയും ഇവിടെ പകർത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ പറവകളോടെല്ലാം വിട പറഞ്ഞ് റിപ്പിൾ സ്പേസ് ടൈമിൻ്റെ ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു ഗൈസ്. സി യു നെക്സ്റ്റ് ടൈം. ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ബൈ ബൈ.